അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അല്ല ചങ്ങായി, എവിടെ ഇത്ര കാലം? സുബ്ഹാൻ, നീ ആൾ കൊള്ളാലോടാ. അല്ല ചങ്ങായി, എവിടെ ഇത്ര കാലം? ഒന്നും പറയണ്ട, നാട്ടില് കച്ചറ അടിച്ചറിഞ്ഞിട്ട് ഉപ്പയും ഉമ്മയും നിലമ്പൂരിലെ ദ്വാ കോളേജിലേക്ക് ഉണ്ടാക്കി. ഏത്? നമ്മുടെ മുജീബ് ഉസ്താന കോളേജിലോ? ആ, ഇതൊക്കെ തന്നെ. എന്റെ കോളേജിലെ വിശേഷങ്ങളൊക്കെ എങ്ങനെ? അല്ലാ, എന്തായാലും ഞാൻ കുടുങ്ങി. ഇവ മാത്രം സുഖിക്കണ്ട. നീ എന്താ ചോദിച്ചതിന് പറയാത്തെ? ഒന്നുമില്ലടാ, 5 നിലയുള്ള വലിയ ഗോപുരം, ഒരു നിലയിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് ലിഫ്റ്റ് വരെയുണ്ട്. ഒന്ന് പോടാ ഇവിടുന്ന്, അവന്റെ ഒടുക്കത്ത് തള്ളു. സത്യമാടാ, 6 നിലയുണ്ടായിരുന്നു, ഒരു നില പൊളിച്ച് 5 നിലയാക്കി. അതെന്തിനാ ഒരു നില പൊളിച്ചത്? എടാ മണ്ട, വിമാനം പോകുമ്പോൾ കോളേജിന്റെ മേൽ മുട്ടൂലേ? അതിന് കോളേജിന്റെ മുകളിലാണ് വിമാനം പോകുന്നത്? ആണോ എന്നോ? കോളേജിലെ പകുതി കുട്ടികളും അതിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഫ്രീയാ. ഓ, നിന്റെ ഒക്കെ ഒരു ഭാഗ്യം. പിന്നെ അല്ല, നിന്റെ കോളേജിൽ അവിടെ രാവിലെ ഫുഡ് കിട്ടുമോ? കിട്ടുമെന്നോ? നാസ്തക്ക് 5 പൊറാട്ട, ഒരു ഫുൾ കോയ്, അത് നിർത്തിപ്പൊരിച്ചത്. ഉച്ചക്കാണ് പിന്നെ പറയണ്ട, നല്ല മട്ടൻ ബിരിയാണി, ഒട്ടകത്തിന്റെ അരച്ചതും കടത്തി പൊരിച്ചത്. അത് മട്ടൻ ആടിന്റെ പേരല്ലേ? ഒട്ടകത്തിന്റെ അറബി പേരാണ് മട്ടൻ. അപ്പൊ നീ അറബി പഠിച്ച വലിയ അറബി ആയല്ലേ? ഇവന്റെ ഒരു കാര്യം, ഇവിടെ എപ്പോഴും 4:30 എണീക്കണം. അതെന്തിനാ? സുബഹ് നമസ്കരിക്കാൻ. ഞാൻ സുബഹി ഒന്നും നമസ്കരിക്കാറില്ല. നീ പിന്നെ മദ്രസയിൽ പോകുന്ന കണ്ട പെണ്ണുങ്ങളെ വായ നോക്കാനാണോ? ഞാൻ മദ്രസയിലൊന്നും പോകാറില്ല. ഞാൻ ഒരു ദിവസം പോയി. എന്നാൽ ഉസ്താദ് പഠിപ്പിച്ചെന്ന കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. 7 വയസ്സായാൽ മാതാപിതാക്കൾ നമസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായാൽ നമസ്കരിച്ചില്ലെങ്കിൽ അടിക്കണമെന്നും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നീ പറയുന്നത് കേട്ട് എനിക്ക് പേടിയാകുന്നുണ്ട്. നീ പേടിക്കൊന്നും വേണം. നീ മുതൽ എല്ലാ നമസ്കാരം നമസ്കരിച്ചാൽ മതി. ഇനി മുതൽ എല്ലാ നമസ്കാരം ഞാൻ നമസ്കരിക്കാം. നീ ഖുർആൻ ഓതാറുണ്ടോ? ഞാൻ ഖുർആനൊന്നും ഓതാറില്ല. നീ പിന്നെ എന്ത് കുന്താ രാവിലെ എണീറ്റ് ചെയ്യാറ്? ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫ്രീ ഫയർ കളിച്ച് കുത്തിരിക്കും. എന്ത് ഫ്ലയറോ? ഫ്രീ ഫയർ. ആ, ഇവിടെ അങ്ങനൊന്നുമല്ല. ഇവിടെ സുബഹ് നമസ്കാരത്തിന് ശേഷം ഖുർആൻ ഓതി കുത്തിരിക്കലാണ്. ഞാൻ ഖുർആനൊന്നും ഓതാറില്ല. അവിടെ അതൊന്നും കുഴപ്പമില്ല. അവിടെ രാവിലെ ചായ കിട്ടുമോ? കിട്ടുമെന്നോ? രാവിലെ ഒന്നാന്തരം പാൽ ചായ, അതും പോത്തിന്റെ പാല് കൊണ്ട്. പോത്തിന് പാലുണ്ടോ? അതിനത് സാധാരണ പോത്തല്ല, പിന്നെ എന്ത് പോത്താ? അമേരിക്കൻ പോത്ത്. നീ പിന്നെ നമ്മളെ കോളേജിലേക്ക് വരുന്നുണ്ടോ? ഞാൻ ഇപ്പൊ തന്നെ വരുന്നുണ്ട്. എന്നാ ഞാൻ ഇപ്പൊ തന്നെ ഉസ്താദിനെ വിളിച്ച് റെക്കമെൻഡ് ചെയ്യാം. അപ്പൊ നിനക്ക് ഉസ്താദുമാരുടെ വലിയ പിടിപാടാണല്ലേ? പിന്നെ അല്ല, നീ പിന്നെ ഇതേപോലെ കളിയൊന്നും നടക്കില്ല. എന്നെ പോലെ സ്റ്റാൻഡേർഡിൽ നടക്കണം. അതൊക്കെ ഡബിളൊക്കെ. നീ എപ്പോഴാ പോകുന്നേ? ഞാൻ നാളെ പോകും. 10 ദിവസത്തിന്റെ ലീവിന് വന്നതാണ്. അപ്പൊ നീ വരുമ്പോ ഞാനും വരാം. വന്നാ മതി. അപ്പൊ ശരി. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.